ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ഒരു ചരിത്ര നിമിഷത്തിലേക്കെത്തുന്നു. കേരളത്തിൻ്റെ മണ്ണിൽ ഇസ്ലാമിൻ്റെ പ്രകാശം വിതച്ച മഹാനായ സ്വഹാബി മാലിക് ദിനാർ റളിയല്ലാഹുവിൻ്റെ ചാരത്തേക്ക്. പുണ്യസ്ഥാനത്ത് ഈ മസ്ജിദും ഈ മക്ബറയുമെല്ലാം വെറും കെട്ടിടമല്ല, വിശ്വാസത്തിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന സാക്ഷ്യം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിന്നാണ് ദഅവത്തിൻ്റെ വിളി ഉയർന്നത്. ഇവിടെ എത്തുമ്പോൾ മനസ്സിൽ ഒരു പ്രത്യേക ശാന്തി നിറയുന്നു. യാത്രയുടെ എല്ലാ ക്ഷീണവും മറന്നു പോകുന്ന ഒരു ആത്മീയ അനുഭവം. ചരിത്രം പറയുന്ന ഓരോ കാറ്റും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ മണ്ണിൽ ഈമാനിൻ്റെ വിത്ത് വിതച്ച മഹാന്മാരുടെ ത്യാഗം. ഇതൊരു സാധാരണ സന്ദർശനമല്ല, ഹൃദയം നിറയ്ക്കുന്ന ഒരു ആത്മീയ യാത്രയായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. കവാടത്തിനരികെ വാഹനം പാർക്ക് ചെയ്ത് ഞങ്ങൾ ഒന്ന് റീഫ്രഷായി. അങ്ങനെ മക്ബറയിൽ നിന്ന് സിയാറത്തുകളൊക്കെ ചെയ്ത് അവിടെ തബറുക്കും സ്വീകരിച്ച് ഞങ്ങൾ ഇറങ്ങി. മടങ്ങുന്ന വഴിയിൽ വാഹനം ബേക്കൽ ഫോർട്ടിൻ്റെ മുൻവശത്തിലൂടെ കടന്നുപോയി. ആ സ്ഥലം കോട്ടക്കുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. മലപ്പുറത്ത് നിന്ന് അറിയപ്പെട്ട കോട്ടക്കുന്നുണ്ടല്ലോ, അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. കോട്ടയും കടലും ചേർന്ന ആ കാഴ്ച രാത്രിയുടെ മങ്ങിയ വെളിച്ചത്തിൽ പോലും ഭംഗിയായി തോന്നി. രാത്രിയിലെ തട്ടുകടയിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. മറ്റൊരു സംഭവം, ഞങ്ങൾ ആദ്യം യാത്ര ട്രെയിനിലൂടെ പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. തിരിച്ചു പോകേണ്ട ട്രെയിൻ അതാ ഞങ്ങളെയും മറികടന്നു പോകുന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ റോഡ് സൈഡിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഞങ്ങൾ രാത്രി 12:30 മലപ്പുറത്തെത്തി. എല്ലാവരും അവരുടെ വീടുകളിലേക്ക് സ്ഥാനം പിടിച്ചു. യാത്രാ ക്ഷീണമുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാൾ കൂടുതൽ നിറഞ്ഞ മനസ്സായിരുന്നു.